പരമ്പരാഗതമായി വെള്ളമൊഴുകിപ്പോയിരുന്ന ചെറുതോടുകൾ സ്വകാര്യ വ്യക്തികൾ അടച്ച് പകരം ചെറിയ ഓവുകളും മറ്റും സ്ഥാപിച്ചതുമൂലം കനത്ത മഴയിൽ അന്തിക്കാട് കാനാണി റോഡിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി. പ്രദേശവാസികളും യാത്രക്കാരും ദുരിതത്തിൽ. അന്തിക്കാട് കെ മേനോൻ ഷെഡിനും പേരാൻ മാർക്കറ്റിനും ഇടയിലുള്ള റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി. റോഡിന്റെ ഒരു വശത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പാടവും മറുവശത്ത് കാനയും ഉള്ളതിനാൽ ശ്രദ്ധിച്ചു വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ. പരമ്പരാഗതമായി വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ സ്വകാര്യ വ്യക്തികൾ സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്തതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചിലയിടങ്ങളിൽ നല്ല വീതിയിലും ആഴത്തിലും തോടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ തോട് വീതി കുറഞ്ഞ് ഇല്ലാതാകുകയാണ്. ചിലയിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ തോട് മണ്ണിട്ട് നികത്തി വെള്ളം ഒഴുകിപ്പോകാൻ പേരിന് മാത്രം ചെറിയ പൈപ്പിട്ടിരിക്കുന്ന സ്ഥിതിയിലാണ്. ഇതുമൂലം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ഇത്ര രൂക്ഷമായ വെള്ളക്കെട്ട് പതിവുള്ളതല്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ടിനാലെ ആൾക്കാർക്ക് വളരെ പ്രയാസമാണ്. വണ്ടികൾ പോകാനും ജനങ്ങൾക്ക് നടക്കാനും കൊച്ചുപിള്ളേർക്ക് സ്കൂളിലേക്ക് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ 2-3 വർഷമായിട്ടാണ് കൂടുതൽ രൂക്ഷമാകുന്നത്. പഴയ കാലത്ത് ഇവിടുത്തെ ഭൂമികളിൽ വെള്ളം പോയിരുന്ന ചാലുകളും തോടുകളും അതുപോലെ കുളങ്ങൾ കംപ്ലീറ്റ് ഇവർ ഒക്കെ മണ്ണിട്ട് തോർത്ത് എല്ലാം വൃത്തിയാക്കിയ കാരണം വെള്ളം പോകാനായിട്ട് വളരെ പ്രയാസമാണ്. നിങ്ങൾ ഈ മണ്ണിട്ട് തോർത്ത സ്ഥലങ്ങളെല്ലാം വീണ്ടും അത് ഓപ്പൺ ചെയ്ത് വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ സാധിക്കുകയുള്ളൂ. റോഡിന്റെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് പ്രധാന റോഡിലെത്താനുള്ള ഇടവഴിയിൽ വെള്ളം ഉയർന്നിരിക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ.